ഹായ് ഫ്രണ്ട്സ്, കടയിലൊക്കെ കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനായിട്ട് നമ്മൾ 1 ഗ്ലാസ് പച്ചരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുകയാണ്. ഒരു 5 മണിക്കൂർ വയ്ക്കണേ, നല്ലതുപോലെ കുതിർന്ന് കിട്ടണം. ഇനി ഇത് മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് മാറ്റാം. നികക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം ഒരല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതാണേ. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് 2 തവി ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം. ഇപ്പോഴിത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല തരിയൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പുളിമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇന്നലെ അപ്പം ചുട്ടതിൻ്റെ പുളിമാവാണ്, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. മിക്സിയിലിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കാം. അത് മൺകലത്തിലേക്ക് മാറ്റുന്നു. ഇതോടൊപ്പം അല്പം ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടേ, നിങ്ങളോട് പറയാൻ വിട്ടുപോയതാ. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി 9 മണിക്ക് വെച്ചതാണേ. ഇന്നിപ്പോൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഒത്തിരി പൊങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ദോശക്കല്ല് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം മാവ് ഒഴിക്കാം. മാവ് പാകത്തിന് പരത്തി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ. മൂടി തുറന്ന് നോക്കിയപ്പോൾ അപ്പം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അപ്പം ഞാനേ കിഴങ്ങേറ് കൂട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.